ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. വിക്രമിൻ്റെയും വേദയുടെയും നമ്മുടെ പവിത്രമായ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിൻ്റെ വീട്ടിൽ നിന്നും പോകാനായിട്ട് ഇറങ്ങിയാണ്. എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രമിൻ്റെ അച്ഛൻ ഇങ്ങനെ വേദയോട് പോകുന്നതിന് അനുഗ്രഹമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം വേദ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പോയാലും ഞാൻ എന്നേക്കുമായിട്ട് പോകുന്നതല്ല, പക്ഷേ വിക്രം എപ്പോഴും എന്നെ വന്ന് വിളിച്ചാലും ഞാൻ തിരിച്ചിവിടെ തന്നെ വരും. അത് എല്ലാ അർത്ഥത്തിലും എല്ലാ ബന്ധങ്ങളും, അതായത് എനിക്കും ഇവിടെ അവകാശമുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയായിരിക്കും ഞാൻ വരുന്നതെന്നൊക്കെ വേദ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അദ്ദേഹം അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ നമ്മുടെ നന്ദിനിയും വിനായകനും അകത്ത് പോയി. പിന്നെ ഉള്ളത് ശ്രീജയാണ്. ശ്രീജയും വിശ്വവും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രീജ നന്നായിട്ട് കരയുന്നുണ്ട്. നല്ല സങ്കടമുണ്ട് വേദ പോകുന്നതിൽ. അപ്പം വേദ പറയുന്നുണ്ട്, എടുത്തി കരയൊന്നും വേണ്ട, എടുത്തി പോയി കിടക്കാൻ നോക്ക്, വെറുതെ ഉറക്കമൊന്നും കളയണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രീജ അവിടുന്ന് വേദ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ കമലയാണ്. കമലയ്ക്ക് നമ്മുടെ വേദ പോകുന്നതിൽ ഭയങ്കര സങ്കടമാണ്, ദുഃഖമാണ്. അപ്പോൾ കമല കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ കമല ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ നീ ആഹാരം കഴിച്ചിട്ടില്ല, ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കമല പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, വേണ്ട അമ്മ ഉണ്ടാക്കണ്ട, എന്തായാലും ഞാൻ പോകുന്ന വഴിക്കല്ലേ, ഞാനും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ വാങ്ങിക്കൊടുത്തോളൂ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളൂ എന്നൊക്കെ നമ്മുടെ വിക്രമും പറയുന്നുണ്ട്. അപ്പോൾ വിക്രമം കൂടി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വേദയ്ക്ക് ഒരു സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാര്യം വേദ പോകുന്നതിൽ വിക്രമിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് വിക്രം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം വേദയ്ക്ക് പ്രശ്നമില്ല എന്നുള്ളത് വേദ കാണിക്കുന്നു, അല്ല വിക്രമിന് പ്രശ്നം ഇല്ല എന്നുള്ളത് വേദ കാണിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ വേദയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കാം, അത് മാഗി ആയാലോ എന്ന് പറഞ്ഞ് നമ്മുടെ നൂഡിൽസ് തന്നെ ഉണ്ടാക്കുകയാണ് വിക്രം. അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി നമ്മുടെ 2 പ്ലേറ്റിലൊക്കെ ആയിട്ട് ഡൈനിങ്ങിൽ കൊണ്ട് വയ്ക്കുകയാണ് വിക്രം. എന്നിട്ടത് വിക്രം വേദയ്ക്ക് എടുത്ത് ഇങ്ങനെ കൊടുക്കണം, കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. വേദ 2 സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ വേദയ്ക്ക് വിക്രം കഴിക്കുന്നതൊക്കെ നോക്കിയിട്ട് വലിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വിക്രം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇറങ്ങാൻ നോക്കുന്ന, എന്നിട്ട് ആഹാരം മതി എന്നൊക്കെ പറഞ്ഞ് വേദ പ്ലേറ്റ് കുറച്ച് കഴിച്ചിട്ടേ ഉള്ളൂ, അതങ്ങ് തിരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേദ പോകാനായിട്ട് ഇങ്ങനെ വിക്രമിൻ്റെ ബൈക്കിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ പോകുന്ന യാത്രയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേദയുടെ വീടാണ്. വേദയുടെ വീട്ടിൽ വേദയുടെ അച്ഛനും എല്ലാവരും ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ്. ആ സമയത്താണ് സാറേ, ജഡ്ജി സാർ എന്നൊക്കെ പറഞ്ഞ് ഒരു ആരോ വിളിക്കുന്നത് ഇവർക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇവരെല്ലാവരും കൂടി ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ വരുന്നത് നമ്മുടെ വേദയും വിക്രമിനെയാണ് കാണുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ദേ നിങ്ങളുടെ മകൾ നിൽപ്പുണ്ട്, ഞാൻ എൻ്റെ കൂടെ വന്നിട്ട് ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചതാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ പറഞ്ഞ് ഇപ്പോൾ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടുകയോ അല്ലെങ്കിൽ ചങ്ങലക്കിടുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മുടെ വേദയോട് പറഞ്ഞിട്ട് ഇങ്ങനെ, അതായത് വിക്രം പറഞ്ഞിട്ട് വേദയോട് നോക്കി ഇങ്ങനെ നോക്കുന്നുണ്ട്, തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവരൊന്നും മനസ്സിലാകാത്തതുപോലെ വേദയുടെ അച്ഛനും സഹോദരനും മുത്തശ്ശിയും അമ്മയും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ അത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഇവിടെ വിവരമുള്ളവർ സംസാരിക്കുമ്പോൾ താൻ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത് എന്നുള്ള രീതിയൊക്കെ നമ്മുടെ വിക്രം ദേഷ്യത്തിൽ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് അടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജഡ്ജി അത് തടയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, കണ്ടോ വിവരമുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുമെന്നൊക്കെ വിക്രം ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ നിപ്പുണ്ട്, എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് വിക്രം ഇറങ്ങുമ്പോൾ വേദയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എടി വേതാളമേ, നീ ഇനി ഇവിടെ തന്നെ ആയിക്കോ, എൻ്റെ വീട്ടിൽ ഇനി എന്നെ കണ്ടുപോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനും പറയുന്നുണ്ട്, നിന്നെ ഇവിടെ ഞാൻ വിട്ടിട്ട് പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫീല് പോലെ, നീയും ഞാനുമായിട്ടുള്ള അടിയും ബഹളങ്ങളും ഒക്കെ ഞാൻ വലിയ രീതിയിൽ ആസ്വദിച്ചതാണ്, ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്രം അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ആ പോകുന്ന ഒരു സങ്കടം നമ്മുടെ വേദ അവിടെ നിർത്തിയിട്ട് പോകുന്നതിൻ്റെ സങ്കടം വേദയ്ക്കുണ്ട്. പക്ഷേ വേദ ഒന്നും കാണിക്കാതെ മിണ്ടാതെ നിൽക്കുകയാണ്. വിക്രം പോയത് നോക്കി നിൽക്കുകയാണ്. അന്നേരം വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്, ആ കയറി വാ മോളേന്ന്. അപ്പം വേദ ഇങ്ങനെ വീണ്ടും ഒന്ന് ദയനീയമായിട്ടൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും പറയണം, ആ മോൾ കയറി വാന്ന്. അങ്ങനെ വേദ അകത്തേക്ക് കയറി ചെന്നിട്ട് അച്ഛന്നൊക്കെ വിളിച്ച് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ സമയം 12 മണിയോട് അടുക്കുന്നുണ്ട്, ഇവിടെ ആരാ ഒന്നും ഒരു ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാത്ത, എന്താ മറന്നു പോയോ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എല്ലാവരും പറയുന്നുണ്ട്, മറന്നതല്ല. അപ്പം വേദയുടെ അനിയത്തി പറയുന്നുണ്ട്, ഞാൻ എല്ലാ ഡെക്കറേഷൻസിനുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊരു ഇതല്ലല്ലോ, ചേച്ചി ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ കൊണ്ടെത്തിക്കേണ്ടെന്ന് വിചാരിച്ചുമാണ് ഞാനതൊന്നും ചെയ്യാത്തതെന്നൊക്കെ നമ്മുടെ വേദയുടെ അനിയത്തിയും പറയുന്നുണ്ട്. അന്നേരം
വേദ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അച്ഛൻ്റെ പിറന്നാളാണ്, നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ. എന്നിട്ട് നമ്മുടെ പിന്നെ അകത്തേക്ക് കയറി ചെന്ന് സെറ്റിലൊക്കെ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ ആ മോളെ എന്താണെന്നൊക്കെ ചോദിച്ചാൽ മുത്തശ്ശിക്കാണെങ്കിൽ പെട്ടെന്നൊരു ടെൻഷനും വേവലാതിയൊക്കെ ഉണ്ട്, ഇവളുടെ വിക്രമിനെ കളഞ്ഞിട്ടാണോ വന്നതെന്നൊക്കെ. പക്ഷേ വേദ ഒന്നും പറയുന്നില്ല. അന്നേരം പിന്നെ വേദയോട് പറയുന്നുണ്ട് മോൾ നന്നായിട്ട് ക്ഷീണിച്ചാണ് വന്നത്, ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദയുടെ അമ്മയോട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറയുമ്പോൾ അവർ എഴുന്നേൽക്കാനായിട്ട് പോകുമ്പോൾ തന്നെ വേദ പറയുന്നുണ്ട് വേണ്ടമ്മേ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, എനിക്ക് വിശപ്പൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടി സംസാരിക്കുമ്പോൾ വേദയോട് പറയുന്നുണ്ട്, മുത്തശ്ശി പറയുന്നുണ്ട് വാ മോളെ നമുക്ക് പോയി കിടക്കാമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജിയും പറയുന്നുണ്ട് അവൾ പോയി വിശ്രമിക്കട്ടെ, അവളിപ്പോൾ ഇവിടെ വന്നതല്ലേ ഉള്ളൂ, നാളെ മുതൽ അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിടുന്നുണ്ട്. എന്നിട്ട് ആ വേദ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാവരോടായിട്ട് പറയുകയാണ് വേദയോടൊന്നും ആരും ചോദിക്കരുത് എന്താ ഏതാന്നുള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും പിരിയുകയാണ്. എന്നിട്ട് എല്ലാവരും ഉറങ്ങാനായിട്ട് പോവുകയാണ്. മുത്തശ്ശി ബെഡിൽ ചെന്നിട്ട് വേദയ്ക്ക് ഇതെന്താണെന്നൊക്കെ തോന്നുമ്പോൾ വേദ നമ്മുടെ ടോയ്ലറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ടോയ്ലറ്റിൽ നിന്ന് ഇങ്ങനെ മുഖമൊക്കെ തുടച്ചിറങ്ങി വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് മോളെ നീ വിക്രമിനെ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണോ വന്നത്, എന്താ കാര്യം മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് മുത്തശ്ശി എനിക്കിപ്പോൾ മുത്തശ്ശിയുടെ മടിയിൽ കിടക്കാനാണ് ഇഷ്ടം, ഞാൻ അതൊന്ന് കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ ആ മോള് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി മടിയിലേക്ക് വേദയെ കിടത്തുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ സങ്കടത്തോടെ കിടക്കുകയാണ്. പിന്നെ അതിരാവിലെ നമ്മുടെ ജഡ്ജി അമ്മൻ്റെ പിന്നെ ബർത്ത്ഡേക്കുള്ള കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നിട്ട് പറയുന്നുണ്ട് കണ്ണൊക്കെ ഒന്ന് അടച്ച് ഞങ്ങൾ ഒരു സർപ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞ് വേദയുടെ അനിയത്തി പറയുന്നുണ്ട്. അങ്ങനെ ജഡ്ജി കണ്ണൊക്കെ അടച്ച് വേദയുടെ അച്ഛൻ കണ്ണൊക്കെ അടച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പിന്നെ വേദയുടെ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. മുത്തശ്ശിയും പിന്നെ ശ്രീകാന്തും വൈഫും മോളും എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ വേദ എന്ത് കൊടുക്കാൻ, വേദയുടെ കയ്യിലൊന്നുമില്ലല്ലോ. അപ്പോൾ വേദ ഇങ്ങനെ ആലോചിച്ച് സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇനി നാളെ റിവ്യൂ എന്ന് പറയുന്നത് എന്തായാലും വേദയുടെ അച്ഛൻ്റെ ബർത്ത്ഡേക്കൊക്കെ അടിച്ച് പൊളിച്ച് നടക്കും. പക്ഷേ വിക്രമിന് ഒരു ടെൻഷനാണ്, ഇതിനിടയിൽ ശ്രീനിവാസൻ വൈഫിനെയും കൂട്ടിയാണ് പട്ടയമേളയിൽ എത്തേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിക്രമിന് ആ ടെൻഷൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ വിക്രമിനി എങ്ങനെ അവളെ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഒരു ആലോചനയൊക്കെയാണ്. അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, തിരിച്ച് വീട്ടിൽ കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് വേദയെ നാളെ വിക്രം വിളിക്കുന്നുണ്ട് ഫോണിൽ. കാര്യമെന്ന് വെച്ചാൽ അയാളുടെ ഫയൽ കാണുന്നില്ല. അപ്പോൾ അതന്വേഷിച്ചൊക്കെ വിളിയുണ്ട്. അപ്പോൾ എന്തായാലും ദർശനും ആ വീട്ടിലേക്ക് നാളെ എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.